നമസ്കാരം. എന്തായാലും ഇപ്പോൾ നമ്മളുടെ മലയാളത്തിലെ ഒരു സ്ത്രീരത്നത്തിനെ തന്നെ കൊണ്ടാണ് ഇന്നത്തെ നമ്മളുടെ മിസ് യൂണിവേഴ്സിൻ്റെ കേരള ഘടകത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതെന്നുള്ളത് ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എന്തായാലും ഈ കുട്ടികൾക്ക് വളരെ പ്രചോദനകരമായ വാക്കുകളാണ് പറഞ്ഞത്. ശരിക്കും ഈ മിസ് യൂണിവേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വരെ കേരളത്തിലെ കുട്ടികൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഗ്ലാമാനന്ദനും അതുപോലെ തന്നെ 3 സെക്കൻഡ്സ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് 4 പെൺകുട്ടികളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മധുരതരമാണ്. ആ 4 പെൺകുട്ടികളുടെ ഒരു ഇനിഷ്യേറ്റീവ് ഇന്ന് ഗ്ലോബലി ഉള്ളൊരു മിസ് യൂണിവേഴ്സ് വേദിയിലേക്ക് ഇവിടെ 28 കണ്ടസ്റ്റൻസ് മാറ്റിയിരിക്കുന്നു. അതിലൊരാൾ നാളെ പറക്കുകയാണ് ഈ പറയുന്ന ആ ഒരു വേദിയിലേക്ക്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം തീർച്ചയായിട്ടും ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സൗന്ദര്യം നമുക്ക് മുഖത്ത് വേണം, ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം, ശരീരഘടന നന്നായിരിക്കണം, അതിലെല്ലാം ഉപരിയായിട്ട് മനസ്സിനൊരു സൗന്ദര്യം വേണം. അത് വരണമെങ്കിൽ സാമാന്യം വിദ്യാഭ്യാസവും ഒക്കെ വേണം. അത് പലപ്പോഴും അതില്ലാതെ പോകുമ്പോഴാണ് ഈ ഒരു സൗന്ദര്യത്തിൽ മാത്രം ഒന്നിക്കൊണ്ട് കാണാൻ ഉള്ള സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം പക്ഷേ ആ കാലം പോയി കേട്ടോ. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടത് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ നല്ല മനോഹരമായിട്ട് പറയുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ ടിവിയുടെ കാര്യം പോലെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ അധികം വയസ്സായതുകൊണ്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാം ഒന്നും എനിക്ക് കാണാൻ പറ്റാറില്ല. എന്നാലും അതും കൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്, നല്ല കാര്യം. അങ്ങനെ നല്ലതൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരു പക്ഷേ നമുക്കൊരു താൽക്കാലികമായിട്ട് കുറേ ശത്രുക്കളും ട്രോളും ചീത്തവിളിയൊക്കെ കേൾക്കുക. അത് കാര്യമാക്കരുത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളതൊന്നും പ്രതികരിക്കാതിരിക്കും. നമ്മളെ കൊണ്ട് ഒരു 10 കാശ് ഉണ്ടായിക്കോട്ടെ, ഒരു സേവനമല്ലേ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ അവനിപ്പം 10 പേര് എന്നുള്ളത് 100 പേര് വായിക്കുമെങ്കിൽ 90 പേര് വായിക്കുന്നതിൻ്റെ വരുമാനം യൂട്യൂബ് വഴി കിട്ടുന്നത് നമ്മളാ കാരണം. അപ്പോൾ അത് ദൈവം കാണുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല പ്രവൃത്തികൾ തുടരുക. ഇപ്പോൾ തന്നെ ആ കുട്ടികൾ ഇത്രയും സംഘടിപ്പിച്ചു മിടുക്കികളായിട്ട്, ഇത്ര നല്ല കുട്ടികൾ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന കുട്ടികളും അതെ. ഞാനതാ പറയുന്നത്, ഇപ്പോൾ ആരെ തിരഞ്ഞെടുക്കും ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. എല്ലാവരും നല്ല കുട്ടികളാണ്, മിടുക്കികളാണ്, എഡ്യൂക്കേറ്റഡാണ്. ഇങ്ങനൊരു സംരംഭം കേരളത്തിൽ വരികയും ഇതിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്ത് മിസ് യൂണിവേഴ്സ് കേരളയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കേരളത്തിലുള്ള എല്ലാവരും അഭിമാനം കൊള്ളണം. വെറും സൗന്ദര്യമല്ല ഇവിടെ പ്രശ്നം. അവരുടെ വിവരം, വിദ്യാഭ്യാസം, അവരെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അവരുത്തരം പറയുന്ന ഭാഷയുടെ സൗകുമാര്യം, ഇതൊക്കെ വളരെ പ്രധാനം. അതുകൊണ്ട് അതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് തായ്ലൻഡിലേക്ക് ഇവിടെ നിന്നൊരു പെൺകുട്ടി സെലക്ട് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനൊരു കർമ്മത്തിന് ഉദ്ഘാടനം, അതിൻ്റെ തിരി തെളിക്കുവാൻ അമ്മയെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കേരളത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു സ്ത്രീ വേണം എന്ന് ഡോണയും കൂട്ടുകാരും അത് സെലക്ട് ചെയ്തതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന കുട്ടിക്കാകട്ടെ അല്ലേ ആ ക്രൗൺ. തീർച്ചയായിട്ടും അതെ, ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത് ഈശ്വര. കാരണം നല്ല മിടുക്കികളായിട്ട് ആരാണോ അതിലൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പോലും ആ കുട്ടി ആ അംഗീകാരം നേടുമ്പോൾ നമുക്കൊരു ഭയങ്കര അഭിമാനമാണത്. വരും, അങ്ങനെയൊക്കെ വരുള്ളൂ പോലെ. സന്തോഷം. ഈ അനുഗ്രഹമാകട്ടെ ഇനി നടക്കാൻ പോകുന്ന വേദികളിലെ കണ്ടസ്റ്റൻറ്റുകളുടെ ഊർജ്ജത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ വാക്കുകൾ. വളരെ സന്തോഷം, നന്മകൾ നേരുന്നു. സന്തോഷം.